കുഞ്ഞോളെ പറയ എന്തൊക്കെ അമ്മായിക്കാക്കിട്ടും വന്നെന്ന് അമ്മായിക്കാക്കിട്ടും വന്നീന്നു ഓരാകെ അടിപിടിയായിട്ടാ വന്നത്. അമ്മായിച്ച് മെസ്സേജ് കിട്ടീന്ന്. അമ്മായിക്കൊക്കെ സൈക്കോ അയക്കാത്തരേ. അതന്നെ. ഇന്നിപ്പോ അവിടെ രാവിലെ കേറി വന്നിക്കണ്. ഞാൻ ഉണ്ടാക്കിയ അപ്പൊക്കെ തിന്നു. അപ്പം നന്നായി എന്താ വെച്ചെന്ന് ഞാനാ മറ്റേ ചലന്തി വര പോലുള്ള അപ്പം ഉണ്ടാക്കിയത്. ആ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഇങ്ങനെ പാറ്റിങ്ങാണ്ടുള്ളതല്ലേ ആ അപ്പം. അത് 30 ഇരുന്ന് കാണ്ടാണ് തിന്നിക്കണ്. അതിലിന്നോട് അമ്മായി പറഞ്ഞു കുക്കേക്ക് തന്നെയാണ്, അതിനെ കൊണ്ടൊരു സ്വൈരല്ല. ഇപ്പൊ ഒരു ആഴ്ചയായിട്ട് എങ്ങനെ എത്രേ അമ്മായിക്കൊക്കെ എന്ത് പറഞ്ഞാലും ചൂടാകുകയാണ് തുടരും. പിന്നെ കോഴിമുട്ടക്ക് വെള്ളമല്ലേ, കോഴിമുട്ട പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ വെള്ളം കാണാത്ത, മഞ്ഞ മാത്രമാണല്ലോ കാണുന്നു എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കോഴികളെ പിടിച്ചിങ്ങാണ്ട് കോഴിനോട് എന്നും മുട്ടടാൻ പറയാത്തനെ. അപ്പൊ അതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പൊ കോഴിക്ക് തോന്നണ്ടേ മുട്ടടാന്. എന്നൊന്നും ഇങ്ങനെ മുട്ടട്ട കോഴി പിന്നെ ജീവിക്കുവോ? നാടൻ കോഴി ആണെങ്കിൽ തിരക്കുണ്ട്. ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴിയാണേ. അതെന്നെ അയച്ചാൽ തന്നെ ഇങ്ങനെ വാട്ടാൻ പിടിച്ചിങ്ങാണ്ട് നിൽക്കണം. ഓലിനെ മുട്ടടണോ വേണ്ടേ, ഇടണോ വേണ്ടേന്ന് എത്തിങ്ങാണ്ടാണ് ഓല് ജീവിക്കണേ. പിന്നെ അമ്മായി വരാം, അമ്മായിക്കാക്ക് ചൂട് തന്നെയാണ് പറഞ്ഞു. അപ്പൊ ഞാനൊരു തീക്കൊള്ളി കാണിച്ചു നോക്കി. അപ്പോഴും അയാളൊരു റെസ്പോണ്ട് ഒന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇയാൾക്ക് ചൂടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം അയാളെ മേത്ത് കൂടി നോയിച്ചു. നോട് പറ, ഈ മനുഷ്യൻ പൊട്ടിത്തെളിച്ചാണ്. ഈ തണുത്ത വെള്ളം മേത്ത് കൂടി ആയിട്ട് മൂപ്പിൽ പൊട്ടിത്തെളിച്ച. അപ്പച്ചു മനസ്സിലായി ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുണ്ട്.